ലോകം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് കേൾക്കുന്നത് യുദ്ധകാഹളമാണ്. നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ എപ്പോഴത്തെയും പോലെ വെറും ഒരു ആയുധ പ്രദർശനമല്ല, മറിച്ച് ശത്രുക്കളെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് കിം എത്തിയിരിക്കുന്നത്. അനിഹിലേറ്റ് ദി എനിമി, അതായത് ശത്രുവിനെ പാടെ നാമാവശേഷമാക്കുക. ഇതാണ് കിമ്മിന്റെ പുതിയ മുദ്രാവാക്യം. തന്റെ പുതിയ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഫാക്ടറി സന്ദർശിച്ച കിം ലോകത്തെ ഞെട്ടിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത്. വെറും 24 മണിക്കൂറിനുള്ളിൽ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം. എന്താണ് കിം ജോങ് ഉന്നിന്റെ ഈ പുതിയ പ്ലാൻ? പരിശോധിക്കാം. നോർത്ത് കൊറിയൻ സ്റ്റേറ്റ് മീഡിയ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിനൂതനമായ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് കിം ജോങ് ഉൻ നേരിട്ടെത്തി ഇൻസ്പെക്ഷൻ നടത്തിയത്. ഈ ആയുധങ്ങളുടെ വിനാശകരമായ ശേഷി കണ്ട് അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുതിയ റോക്കറ്റ് സിസ്റ്റം കേവലം ഒരു ആയുധമല്ല, നോർത്ത് കൊറിയയുടെ പ്രതിരോധ നിരയിലെ ഏറ്റവും കരുത്തുറ്റ കണ്ണിയാണെന്ന് കിം അവകാശപ്പെടുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ കവചങ്ങൾ ഭേദിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുമെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ ഒരു നിമിഷം പോലും വൈകാതെ തിരിച്ചടി നൽകാൻ തങ്ങളുടെ സൈന്യം കോമ്പാറ്റ് റെഡി ആണെന്നാണ് കിം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഫാക്ടറി സന്ദർശനത്തിന് കൃത്യം ഒരു ദിവസം മുൻപാണ് പ്യോങ്യാങ് 2 സ്ട്രാറ്റജിക് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽസ് വിജയകരമായി പരീക്ഷിച്ചത്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. വിദേശ ഭീഷണികളെ, പ്രത്യേകിച്ച് അമേരിക്കയും ദക്ഷിണ കൊറിയയും ലക്ഷ്യം വെച്ചാണ് ഇത്തരം പരീക്ഷണങ്ങൾ എന്നും വ്യക്തമാണ്. തങ്ങളുടെ ആയുധങ്ങൾ വെറും പ്രദർശനത്തിനല്ല, മറിച്ച് പ്രായോഗികമായി എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നവയാണെന്ന് നോർത്ത് കൊറിയ തെളിയിക്കുകയാണ്. ഈ ആയുധങ്ങളുടെ പ്രിസിഷൻ, അതായത് കൃത്യത, ലോകത്തെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒന്നാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 2011 തന്റെ പിതാവായ കിം ജോങ് ഇല്ലിന്റെ മരണശേഷമാണ് കിം ജോങ് ഉൻ അധികാരമേറ്റത്. ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർത്ത് കൊറിയയെ ഒരു ന്യൂക്ലിയർ പവറാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ചെറുപ്പത്തിൽ സ്വിറ്റ്സർലാൻഡിൽ വിദ്യാഭ്യാസം നേടിയ കിം പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ വളരെ അഗ്രസീവായ നിലപാടുകളാണ് സ്വീകരിച്ചത്. തന്റെ അധികാരം സംരക്ഷിക്കാനും രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഉപരോധങ്ങൾ എത്ര കടുത്താലും ആയുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ കിം തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഈ ഒരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ഇത്ര വലിയ ചർച്ചയാകുന്നത്? ദക്ഷിണേഷ്യൻ മേഖലയിൽ സമാധാനം തകർക്കാൻ ഇത്തരം നീക്കങ്ങൾ കാരണമാകുമെന്ന് അമേരിക്കയും ജപ്പാനും ഭയപ്പെടുന്നു. ഈ പുതിയ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് ദക്ഷിണ കൊറിയയിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതൊരു വലിയ ആംസ് റേസ് അല്ലെങ്കിൽ ആയുധ മത്സരത്തിന് വഴിതെളിയിക്കുന്നുണ്ട്. കിമ്മിന്റെ ഓരോ വാക്കും ഓരോ പരീക്ഷണവും ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. നോർത്ത് കൊറിയയിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ കേവലം ഒരു ആയുധ പരീക്ഷണ റിപ്പോർട്ട് മാത്രമല്ല, മറിച്ച് ലോകം ഒരു വലിയ ഗ്ലോബൽ പവർ ഷിഫ്റ്റിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. കിം ജോങ് ഉന്നിന്റെ ഈ അഗ്രസീവ് വെപ്പൺ പുഷ് ദക്ഷിണേഷ്യൻ മേഖലയിലെ മാത്രം പ്രശ്നമല്ല. ശരിക്കും റഷ്യയുമായുള്ള നോർത്ത് കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും തങ്ങളുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളെ ഇല്ലാതാക്കാൻ പ്രാപ്തമാണെന്ന പ്രഖ്യാപനവും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഒരു ഭാഗത്ത് യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുഭാഗത്ത് ഇത്തരം അത്യാധുനിക റോക്കറ്റ് സിസ്റ്റംസ് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലോകത്തെ ഒരു ന്യൂക്ലിയർ ഡൊമിനോ ഇഫക്റ്റിലേക്ക് നയിക്കുമോ എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും കിം ജോങ് ഉൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും മാസങ്ങളിൽ നോർത്ത് കൊറിയയിൽ നിന്ന് കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു.